എല്ലാവർക്കും മകരപ്പൊങ്കൽ ആശംസകൾ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വ്ലോഗാണ്. അപ്പോൾ ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യം ഒരു ഗണപതിനെ പിടിച്ചു വയ്ക്കാം. അതായത് മഞ്ഞളിലാണ് നമ്മളോട് പിടിച്ചു വയ്ക്കുന്നത്. നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയുമല്ലോ, ഏതൊരു ശുഭകാര്യം തുടങ്ങുമ്പോഴും നമുക്ക് ഗണപതിനെ ആലോചിച്ചല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ മഞ്ഞൾ കുഴച്ച് ഇതേപോലെ ചെറിയൊരു ഗണപതിനെ പിടിച്ച് വയ്ക്കാം. അടുത്ത നമുക്ക് കോലമിടാം. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഓണത്തിന് അത്തപ്പൂടില്ലേ, അതേപോലെ പൊങ്കലിന് തമിഴ്നാട്ടുകാരിടുന്ന അവരുടെ ട്രഡീഷനാണ് ഈ കോലം. അടുത്തായിട്ട് നമുക്ക് പൊങ്കാല അല്ലെങ്കിൽ പൊങ്കലിടുന്നതിനുള്ള അടുപ്പും പാത്രങ്ങളും ഒരുക്കാം. അത് നമ്മൾ മഞ്ഞൾ കുറച്ച് വെള്ളം കൂട്ടി കുഴച്ചിട്ട് എല്ലായിടത്തും തേക്കുക. പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ, പൊങ്കലോ പൊങ്കൽ.
കണ്ടല്ലോ നമ്മുടെ പൊങ്കലൊക്കെ. നമ്മൾ 2 ടൈപ്പ് പൊങ്കൽ വെച്ചിട്ടുണ്ട്, ഒന്ന് വെൺപൊങ്കലും ഒന്ന് ശർക്കര പൊങ്കലും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ വെച്ച പൊങ്കൽ സൂര്യഭഗവാനെ വെച്ച് നേദിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതെല്ലാം നമ്മൾ ഇന്ന് വെച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയുക. ഊത്തപ്പം, ചട്നി, വെൺപൊങ്കൽ, സാമ്പാർ, ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, ഇതാണ് നമ്മുടെ നെയ്ബേഴ്സ്. വീട്ടിൽ കണ്ടു കാണുമല്ലോ. സോ നമ്മളിവിടെ വീട്ടിലാണ് ആഘോഷിച്ചത്. ഇവർ ബേസിക്കലി തമിഴ്നാട്ടുകാരാണ്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഇവിടെയാണ്. ഞങ്ങളുടെ ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ആൻഡ് അഗെയിൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.